എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഗംഗ മീനാക്ഷി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ലൈഫ് പാർവതി ബാബു ആണ് ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്ന കഥകൾ കേട്ടിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ കണ്ടത്. സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഥകൾ കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടം തോന്നി, അതിലേറെ സന്തോഷം തോന്നി. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ആവാൻ വേണ്ടി ശ്രമിച്ച് എവിടേക്കോ എത്തിയ ഒരു കുടുംബം. പല ആൾക്കാരും ഇന്ന് പ്രശസ്തിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ മുൻപിൽ ശരീരം കാണിച്ച് നടക്കുന്ന, ശരീരം കാണിച്ച് ജീവിക്കാൻ വേണ്ടി ശരീരം കാണിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ വളർത്താൻ വേണ്ടിയും ഒക്കെ ശരീരം കാണിച്ച് ജീവിക്കുന്ന പല ആൾക്കാരും, രേണു ഉൾപ്പെടെ ഉള്ള പല ആൾക്കാർക്കും ഒരു മാതൃകയാണ് ഈ ഒരു കുടുംബം. രേണുവിൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. രേണുവിൻ്റെ പേരെടുത്ത് പറയാൻ കാരണം അവരാണ് വിധവയാണെന്നും മക്കളെ വളർത്താനാണെന്നും ജീവിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരീരം കാണിച്ച് ജീവിക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. അതിനെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിച്ചത് അവരാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന പേരും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാം, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാം, എന്തും വിളിച്ചു പറയാം. ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ചത് രേണുവാണ്. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞത്. അതോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു അശ്വിനി, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നിഷാന, നിമിഷ, അതുപോലെ ശരീരം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കി ആ പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്. തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ഫാമിലി, അമ്മയും ഒരു മോളും, ആ മോളെയും കൊണ്ട് റോഡിൽ കഴിയേണ്ടി വന്നൊരു ഫാമിലി. അവസാനം അവരുടെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അതോടൊപ്പം അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മുൻപായിട്ട് ഇവരുടെ തന്നെ കുറച്ച് റീലുകളിലൂടെയാണ് ഞാനും ഇവരെ കാണുന്നത്. ഇവർ കൂടുതലും ഫാമിലി റീലുകളാണ് ചെയ്യുന്നത്. ഗംഗയും ഗംഗയുടെ അമ്മയും ഇവരുടെ അച്ഛനോട് ചേർന്നിട്ടാണ് റീലുകൾ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് റീലുകൾ, 1-2 റീലുകൾ നമുക്ക് ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി 1-2 റീലുകൾ നമുക്കൊന്ന് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത്? ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഒരു പരിധിവരെ കുറേ സങ്കടം വന്നു, കുറേ സന്തോഷം വന്നു, ചിരി വന്നു. രസമായിരുന്നു അവരുടെ ഇൻ്റർവ്യൂ. അതിപ്പോൾ പാർവതി ആ ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത രീതിയാണെങ്കിലും ഇവരോട് ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും ഒരു വൾഗാരിറ്റിയും കൊണ്ടുവരാതെ വളരെ രസകരമായിട്ട് പോയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. നമുക്ക് എന്തായാലും ഇവരുടെ കുറച്ച് റീലുകൾ കാണാം. കണ്ടിട്ട് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പ്ലേ ചെയ്യാം. അത് വെച്ച് സംസാരിക്കാം. ഈ മീരുവിന് റീച്ച് ആവാൻ ഇവളുടെ തന്ത തന്നെയാണ് ഈ കമന്റ് ഒക്കെ ഇടുന്നത്. ആ ഫോൺ ഇടുന്നു. ഈ ഫോണിൽ എവിടെയാണ് ഇൻസ്റ്റാഗ്രാം, എവിടെയാണ് കമന്റ് ഇടുന്നതെന്നൊന്ന് പറഞ്ഞു തരണം. കോള് വന്നാൽ പച്ച ഞെക്കുക, കോൾ ഓഫ് ആക്കാൻ ചോപ്പ് ഞെക്കുക. അത് തന്നെ പുള്ളി പഠിച്ചത് 3 മാസം കൊണ്ടാ. അടുത്തത്, ഇന്നേക്കൊരു പുട്ടി എല്ലാരും വാങ്ങോ. ഏതായി മോനെ സൗരാ, നാം എല്ലാം ഉണ്ടായത് ആ അണുവിൽ നിന്നാണ്. ആ അണു ജനിച്ച് ഒരു കുഞ്ഞായി, അതൊരു മനുഷ്യനായി. ആ മനുഷ്യൻ പുതിയ അണുവിനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ നിനക്ക് ആ അണുവിനോട് പുച്ഛം. അസ്ത്രലോകം എവിടെ എത്തി നിൽക്കുന്നു? ആ അണുവിന്റെ ചുവട്. അടുത്തത്, ഫ്രോഡ് ഫാമിലി ആണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ നല്ല മെനയായിട്ട് ഒരുങ്ങി വന്നിരിക്കണോന്ന്. ആ തന്തയ്ക്ക് പണ്ടേ ഉണ്ടൊരു കള്ളലക്ഷണം. പ്ലാസ്റ്റിക് സർജറി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും കൂടെ കള്ളലക്ഷണം പിടിക്കും. ഓക്കെ. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെയൊക്കെ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഇത്രയധികം സങ്കടങ്ങളിലൂടെയാണോ ഇവർ കടന്നു പോയിട്ടുള്ളത്? ഇവരൊക്കെ അല്ലേ ശരിക്കും സമൂഹത്തിന് മുൻപിൽ ഇവരെ അല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? അതോ തുണിപർ ചാടുന്നവരെയാണോ? നിങ്ങൾ പറ, ആരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? പക്ഷേ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ എത്ര പേര് മുന്നോട്ട് വരും? എല്ലാവർക്കും വേണ്ടത് നെഗറ്റിവിറ്റി കാണിക്കുന്നവരെയും ഈ പറഞ്ഞ ശരീര പ്രദർശനം നടത്തി ജീവിക്കുന്നവരെയുമാണ് ഇനാഗുറേഷൻസിനും അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടത്. പല പ്രോഗ്രാം കമ്മിറ്റിക്കാർ പോലും അവരുടെ പുറകെയാണ്. എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നെഗറ്റിവിറ്റിയാണ് ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. അതാണ് അവർക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നത്. പക്ഷേ ഇവരെപ്പോലുള്ള ആൾക്കാരോ യാതൊരു നെഗറ്റിവിറ്റിയും ഉണ്ടാക്കാതെ ചിരിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു കുടുംബം. അവരുടെ ഉള്ളിൽ സങ്കടങ്ങളുണ്ടായിട്ടും അവർ പുറമേ മറ്റുള്ളവരെ ചിരിപ്പിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇവരെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഇവരെപ്പോലുള്ളവരല്ലേ? ഇവർ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കതിൽ ഇവരുടെ കഥകളിലേക്ക് വരാം. ഇവരുടെ കഥ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ സങ്കടം ഉണ്ടാവും, ഉറപ്പായിട്ട് സങ്കടം ഉണ്ടാവും. ആ സങ്കടത്തിൽ നിന്നും ഇവർ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കണ്ടു നോക്കാം. ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയല്ല. ഇപ്പൊ പക്ഷെ കൊറേയൊക്കെ ലൈഫ് മാറിയില്ലേ? പിന്നെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടാവും എനിക്ക് ഇപ്പൊ ഈ പറയുമ്പോ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഗയുടെ പേജിലൂടെ നിങ്ങളെ കാണുമ്പോൾ എത്രത്തോളം ലൈഫ് മാറിയിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയല്ല. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. ജന്മം കൊണ്ട് മാത്രമല്ലടോ,
കർമ്മം കൊണ്ടും ഒരാൾക്ക് അച്ഛനാവാം. ഈ 3 മക്കളുടെ അച്ഛനല്ല അദ്ദേഹം എന്ന് പറയുമ്പോഴും അവരുടെ അച്ഛനാണ്. അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം, അതൊന്നും ചെയ്യാണ്ട് ഇവരെ ഏറ്റെടുത്ത് ഇവരെ പരിപാലിച്ച് ആ 3 മക്കളുടെയും അച്ഛനായിട്ട് തന്നെ അദ്ദേഹം ജീവിക്കുകയാണ്. ശരിക്കും നല്ലൊരു മനുഷ്യൻ. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ, ഈ ഇൻ്റർവ്യൂ വന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും, എനിക്കൊന്ന് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഞാൻ കണ്ടില്ല. എല്ലാവരും ഈ മഞ്ജു എന്ന് പറയുന്ന ഇവരുടെ അച്ഛനെ, അത് ഇവർ തന്നെ വിളിക്കുന്ന പേരാട്ടോ മഞ്ജു എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ പേര് ഇവർ പറയുന്നുണ്ട്, യഥാർത്ഥ പേര് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ കമൻറ്റ് ബോക്സ് മുഴുവൻ പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെ, പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് നല്ല കമൻറ്റുകൾ കാണുന്ന ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. ഇവരുടെ സംസാരത്തിലാണെങ്കിലും ഇവരുടെ ഈ തമാശകളിലാണെങ്കിലും കേട്ടിരിക്കാൻ നമുക്ക് ആ ഒരു ചാനൽ സ്ക്രോൾ ചെയ്ത് പോകാൻ തോന്നത്തില്ല. അത്രയും രസകരമായിട്ടാണ് ആ ഇൻ്റർവ്യൂ പോയിക്കുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം ഈ ആൻറ്റിക്ക് എന്താണ് പറയാനുള്ളത്. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി, നമുക്ക് ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ ഒക്കെയാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്ര ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ പോലും അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെ പോലും ഇല്ലാണ്ടാക്കുന്ന മാതാപിതാക്കളുള്ള കാലമാണ്. ആ സമയത്താണ് ഒരു അമ്മേനെയും 3 മക്കളെയും ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്നത്. ഒരാൾ ചെയ്യില്ല. അങ്ങനെ മനസ്സുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ്. ഹാറ്റ്സ് ഓഫ്. ബാക്കി അങ്ങ് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്ത കുട്ടി. ഗംഗയാണ് മൂത്തത്. ഓ, മൂത്ത ഗംഗയാണ് എന്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഗംഗയാണ് മൂത്ത കുട്ടി. ഗംഗയ്ക്കൊപ്പമാണ് ഈ അമ്മ തെരുവിൽ കഴിയേണ്ടി വന്നത്. ആ കഥയൊക്കെ അവർ പറയുന്നുണ്ട്. നായ്ക്കൾ ആണ് അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത്, തെരുവ് നായ്ക്കളാണ് കൂട്ടിനുണ്ടായിരുന്നത്. ആ കഥയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അച്ഛാ, എങ്ങനെയുണ്ട് കൊച്ചി ലുലു മോളിൽ പോയി ഞങ്ങൾ മെട്രോയിൽ കയറി? എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? കുഴപ്പമൊന്നുമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ കൂടെ ഇരുന്നില്ലേ? 1.5 മണിക്കൂർ അടിപൊളിയായിരുന്നു. 1.5 മണിക്കൂർ ഇരുന്നു. പക്ഷെ പുള്ളി വീട്ടിൽ നിന്ന് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആരുടെങ്കിലും കല്യാണം വരണം, ദൂരെയൊക്കെ പോകണമെങ്കിൽ. ഫസ്റ്റ് ടൈം ആണ് എറണാകുളം വരുന്നത്. ലുലു മോള് കാണുന്ന ആദ്യമായിട്ടാണ്. മെട്രോയിൽ കയറുന്ന ആദ്യമായിട്ട്. എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇതുവഴിയാ പോകുന്നത്. പിന്നെ ചോദിച്ചാൽ ടിക്കറ്റ് എടുക്കാൻ ആരും വരത്തില്ല. എന്നിട്ട് ഈ സാധനം വന്നു പറയാം, ഇതിന് നീളക്കുറവാണല്ലോ. പുള്ളി ഉദ്ദേശിച്ച ട്രെയിൻ പോലെ നല്ല നീളമുള്ള ഒരു സാധനമാണ്. നീളക്കുറവാ. അൽപ്പടം മേടിച്ചു കൊടുത്ത് കണ്ടോ, ഇതുപോലെ ചിരിപ്പിക്കുന്ന ലെവലാണ് ഇവരുടെ സംസാരം. ഇവരുടെ തന്നെ റീലുകൾ കണ്ടാലും നമുക്കത് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോകാനേ തോന്നില്ല. നല്ല രസമാണ് ഇവരുടെ അവതരണം. അത് ഈ അമ്മയുടെ ശരിയാണെങ്കിലും അച്ഛൻ്റെ ആ ഒരു നിഷ്കളങ്കതയാണെങ്കിലും ഗംഗയുടെ സംസാരമാണെങ്കിലും ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. മിക്കവാറും സമയങ്ങളിൽ ഞാൻ കാണാറുണ്ട്. അപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നതും ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടതും. സെക്കൻഡ് പാർട്ട് കാണാനുണ്ട്. സോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇവരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഇവരെ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് മറ്റേ ടീമുകളൊന്നും അല്ല. ഇത് പറയുമ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ പുറത്തു വരുന്ന സമയത്ത് അതുവരെ ഇല്ലാതിരുന്ന ആൾക്കാർ പോലും അവിടെ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. നമ്മുടെ നാട്ടിൽ അത്രമാത്രം ദാരിദ്ര്യമുണ്ടോ എന്ന് പല വീഡിയോകളും നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ആ എമൗണ്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് സംഭാവനയായിട്ടോ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നിന്ന് നമ്മുടെ നേരെ നോക്കി ചിരിച്ചിരിക്കും. ആ ചിരിയിലുണ്ടാവും 1000 പ്രാർത്ഥന. അത് ചെയ്യാതെ കൺട്രോളർമാരുടെ വല്ലതൊക്കെ കാണാൻ വേണ്ടി പോയി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവന്മാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ, വെറും പുച്ഛം മാത്രം. കേൾക്കാം. ഫലൂഡ മേടിച്ച് ഞങ്ങള് ഇവള് പോയി മേടിച്ച്, ഞാൻ സത്യത്തിൽ എനിക്കും അറിഞ്ഞൂടാ, ഉള്ള സത്യം പറയാം. ഫലൂഡ മേടിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് സംഭവം കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിയുന്നില്ല, ഇത്രയേ ഉള്ളൊരു കുഞ്ഞു ഗ്ലാസ്സിനകത്ത് ഒരു ഇച്ചിരി ഐസ്ക്രീമും കുറച്ച് സാധനങ്ങളോട് ഇട്ടുകൊണ്ട് തരുന്നതാണ്. കുടിച്ച് പാതിയൊക്കെ ഞാൻ പുള്ളി വെച്ച് എത്ര രൂപ ഇതിന്? 252 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങുന്നില്ല. 2 ഗ്ലാസും കൂടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 200 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പൈസ. ഒരു ദിവസത്തെ കാര്യം. ഇവിടെ ആണെങ്കിൽ ഒരു മന്തി പോലും വാങ്ങിക്കാത്ത ആളാ. കൊണ്ടേ പറയാം 2 ദിവസം ആ പൈസ ഒട്ടിക്കാന്ന് പറയും. അപ്പൊ ഇത് പകുതി കുടിച്ചപ്പോഴാണ് ഞാൻ 252 രൂപ എന്ന് പറഞ്ഞത്. പിന്നെ ഇറങ്ങുന്നില്ല. ലുലുമോളിൽ പോയ കഥയാണ് പറയുന്നത്. ലുലുമോളിൽ പോയിട്ട് ഫലൂഡ മേടിച്ച് കഴിച്ച കഥയാണ് പറയുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതൊക്കെ കാണുമ്പോൾ. ആ അച്ഛൻ്റെ ഒരു നിഷ്കളങ്കത. ഇങ്ങനൊരു ഫാമിലിയിലെ മെമ്പർ ആവാൻ പുണ്യം ചെയ്യണം. ഗംഗ ആൻഡ് സിസ്റ്റേഴ്സ് 3 പെൺകുട്ടികളാണ്. സോ ഈ അച്ഛൻ്റെയും ഈ അമ്മയുടെ മക്കളാവാൻ, അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മം കൊണ്ട് അച്ഛനായവൻ, ആ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാവാൻ ഭാഗ്യം ചെയ്ത കുട്ടികൾ, അത്രയും അവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുന്ന പാരൻസ്. ഒന്നും പറയാനില്ല. അത്രമാത്രം ആൾക്കാർ ഇവരെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് ഇവരെ അറിയാനുണ്ട്. പറഞ്ഞല്ലോ, ഇവരെ പോലുള്ള ആൾക്കാരാണ് നമ്മൾ കൂടുതൽ സൊസൈറ്റിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രസവിക്കുവാന്ന്. ഞാൻ ഇവളെയും പിടിച്ചോണ്ട് പോകും. എനിക്ക് പേടി ഇവള് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നു. കാരണം അന്ന് കുഞ്ഞുങ്ങളെ കട്ടുകൊണ്ട് പോലെ. പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ പോലും ആരും നോക്കാനും കാണാനും ഇല്ലാതിരുന്ന് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ഇവളെയും കൈ പിടിച്ചോണ്ട് ഇവക്കും ചോറ് വാരി കൊടുത്ത് ഞാനും ചോറ് വാരി തന്നു. പിഷയൊക്കെ എടുത്ത് കിട്ടിയ തുണ്ട് പൈസകളും കുറെ ആരൊക്കെ തന്ന കുറെ കയ്യിൽ തുണികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഭിക്ഷ എടുത്തോണ്ടിരുന്ന സമയത്ത് ആലോചിക്കണം. ഭിക്ഷ എടുക്കേണ്ട ഒരു ഗതികേട് വന്നിട്ട് പോലും അവരവരുടെ മാനം വിട്ടിട്ടില്ല. അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇവിടെ
അത് പറയുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുകയാണ്. ഭർത്താവ് മരിച്ചിട്ട് കുടുംബത്തിന് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും, വസ്തു ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ ജനങ്ങളുടെ കാശ് കൊണ്ട് വാങ്ങിയിട്ട് ഇന്നും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ശരീരം കാണിച്ചുകൊണ്ട്. അപ്പോൾ അവരാണോ മഹത്വമുള്ളവർ, അതോ ഈ അമ്മയാണോ? നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പൊതുമധ്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം നിങ്ങൾക്കുണ്ടോ? നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? പ്രോഗ്രാമുകൾ ഇനാഗുറേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അധികം പുറത്തേക്ക് കാണാത്തത്. ഒരു പ്രോഗ്രാം ഇനാഗുറേഷനോ വരട്ടെ, പുറകെ പോവും 5-6 മീഡിയകൾ. അതില്ലേ ഇതില്ലേ, അവരങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞില്ലേ, അതിന് വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് പോലെ പ്രസംഗിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ മൊബൈലിന് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും കുഴപ്പമില്ലല്ലോ, അവരവരുടെ പ്രൊഫൈൽ കടന്ന് കുന്തളിപ്പ് കാണിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. മറ്റ് മീഡിയകളിൽ വന്ന് ചാട്ടം കാണിക്കുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു അമ്മയാണ്. ഭിക്ഷ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് പോലും സ്വന്തം മാനം വെക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതാണ് സ്ത്രീ. അങ്ങനെ ആവണം സ്ത്രീകൾ. മറ്റത് അങ്ങനെയല്ല. അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തം സുഖത്തിന് വേണ്ടി ഓരോന്നും കാണിച്ചു കൂട്ടുന്നത്. കേൾക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രസവിക്കുവാന്ന്. ഞാൻ ഇവിളെയും പിടിച്ചോണ്ട് പോകും. എനിക്ക് പേടി ഇവള് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നു. കാരണം അന്ന് കുഞ്ഞുങ്ങളെ കട്ടുകൊണ്ട് പോകല്ലേ. ഇവിളെയും പിടിച്ചോണ്ട് ഞാൻ നേരെ അങ്ങ് ലേബർ റൂമിലോട്ട് ഓടിപ്പോയി. അവളെ കട്ടുണ്ടായാലും തിരിച്ചു ഇല്ലേ, അല്ല എന്നിട്ട് ഞാനിന്ന് ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുക. പൊത്തിപ്പിടിച്ചോണ്ട് ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ അതിനകത്ത് ഓടി അങ്ങ് കയറി ലേബർ റൂമിൽ ഡിസ്ട്രിക്റ്റിൽ. ഓടി ചെന്നപ്പോൾ ഭാഗ്യത്തിന് എന്നെ അറിയാവുന്ന സിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്, എൻ്റെ വീടിനടുത്തുള്ള. ഞാൻ പറഞ്ഞ സിസ്റ്ററെ, മോളെ ഇവിടെ തന്നെ ഇരുത്തണം, പുറത്തോട്ട് വിടല്ലേ, കട്ടോണ്ട് പോയിക്കളെ, ആരെങ്കിലും കട്ടോണ്ട്. ഞാൻ പ്രസവിക്കുകയാണെങ്കിലും ഞാനിങ്ങനെ കണ്ണ് തുറന്നു വെച്ചേക്കെ, ബോധം പോവല്ലേ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് ഇവളെ പുറത്തോട്ട് എടുക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഇപ്പം എനിക്ക് കരച്ചിലൊക്കെ വരും. പക്ഷേ എങ്കിലും ഞാൻ അന്നും ചിരിച്ചും കൊണ്ട് നേരിട്ട്, ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം മാറി. ഇപ്പം എൻ്റെ മോക്ക് അതിനേക്കാളും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടി. എൻ്റെ മോളെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായ മെഡിസിറ്റിയിൽ എൻ്റെ മോനെന്നേ പറയാൻ പറ്റും. അവനെ മോനും ഈ ഇവരും ആയിരുന്നാലും ആരായിരുന്നാലും ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോഴൊക്കെ ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ഞാനിരുന്ന് ഭക്ഷണം മാറി കഴിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ. കാരണം എന്താണെന്ന് പറയാം, മറക്കരുത്. അത് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഇവരുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ ചിലരോടൊക്കെ സഹതാ പോലെ തോന്നുന്നത് പുച്ഛമാണ്, അറപ്പാണ് തോന്നുന്നത്. അടുത്ത വീഡിയോ കാണാം. ഒരു പോലീസ് സാർ ഇങ്ങനെ വന്ന് പൈപ്പ് തുറന്ന് ഇങ്ങനെ മോഹം കയ്യോ കണ്ട കഴിയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി അഴിച്ച് മോളെ ഇവളെയും കിടത്തിയിട്ട് ഞാൻ ഈ സാറിനെ കണ്ടിട്ട്, അത് വയറും ഉണ്ട്, എനിക്ക് നല്ല വയറല്ലേ. ഇളയ മോളെ ഗർഭിണിയായിട്ടിരുന്നപ്പോഴല്ലേ ഇങ്ങനെ പിഷെടുത്ത് കിടക്കുമല്ലേ. പിഷെടുത്ത് കിടക്കുമ്പോൾ അല്ല, ഈ ഒരു പാണാസഞ്ചി ഉണ്ട് എനിക്ക്. ഈ സഞ്ചിക്കകത്ത് ഒരു ചോറ്റത്രത്തിൽ പാലും പിന്നെ കുറേ ബന്ന്, അന്നൊക്കെ ബന്നിൽ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചേക്കുക, അല്ല കവറിനകത്തൊന്നും പാക്കിങ്ങില്ല, കുപ്പിയിലില്ല. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് കുറേ ബന്നുകൾ മേടിച്ച് ഞാൻ ബാഗിനകത്ത് ഇട്ടേക്കും. എന്നിട്ട് രാത്രിയിൽ പിഷ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ അവിടുത്തെ കടകൾ വരുമ്പോൾ അത് ഈ പട്ടിയെല്ലാം കൂടെ കുറച്ചുകൊണ്ട് വരും എൻ്റെ നേരെ. പിന്നെ ആയപ്പോൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാൻ ആ മൂലയിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ബന്നി എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ഈ ബന്നി ഇവർക്കും പിച്ച് കൊടുക്കും, ഇവർക്കും അതിനകത്ത് പാല് ചോറ്റത്രത്തിൽ നിർത്തി ഇവർക്കും കുടിക്കാൻ കൊടുക്കും, ഞാനും കഴിക്കും. ആ പട്ടിയുടെ കൂടെ തന്നെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഇരിക്കും. അത് നമ്മുടെ നാണക്കേടോ അല്ലെങ്കിൽ അത് നോക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാനതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന്, എൻ്റെ ബന്ധുക്കൾക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നപ്പോൾ കൊണ്ട് ഈ പട്ടി അവിടെ കടയിൽ ഇങ്ങനെ റോപ്പ് കെട്ടിയേക്ക്, അവിടെ കെട്ടിക്കൊണ്ടിരുന്ന ഇത് ചന്ത. അപ്പോൾ ഈ പട്ടികളെ കാര്യം കാണുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ പട്ടികൾ ആ ട്രാൻസ്ഫോമറിന്റെ അതിൻ്റെ അടുത്ത് കുറേ ഉണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നിട്ട് എന്നെ കണ്ടുകൊണ്ട് ഇത് ഓടി വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഇതുണ്ടെന്ന്. 8:30 മണിയാവും ഞാൻ ഓരോ സ്ഥലത്തുനിന്നും പിച്ചെടുത്തിട്ട് എൻ്റെ നാട്ടില് അങ്ങനെ വന്നപ്പോൾ ഉണ്ട് ഈ പട്ടി എന്നെക്കാൾ മുമ്പേ ഓടുന്നു. ഓടിയപ്പോൾ അന്ന് ഈ സ്കൂളിനകത്ത് ഓലഷെഡാണ്, ഗേറ്റും ഇല്ല ഒന്നുമില്ല, ഓലഷെഡുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ ഓലഷെഡിന്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി. അന്നേരം ഞാനും അവിടെ ചെന്ന് കിടന്ന് കുറേ നാൾ അവിടെ കിടന്ന് രാത്രി വന്ന് അവിടെ കിടന്ന്. ഒരു ദിവസം നോക്കുമ്പോൾ പോലീസുകാർ അവിടെ ക്യാമ്പ് ചെയ്യുവാണോ അതോ അവർ രാവിലെ ഓടാനോ ചാടാനോ, അതിന് കുറേ അപ്പുറത്താണ് കാവനാട് പോലീസ് സ്റ്റേഷൻ. എനിക്കറിയത്തില്ലായിരുന്നു അവിടെ അങ്ങനെ വരുമെന്ന്. അപ്പോൾ ഒരു പോലീസ് സാർ ഇങ്ങനെ വന്ന് പൈപ്പ് തുറന്ന് ഇങ്ങനെ മോഹം കയ്യോ കണ്ട കഴിയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി അഴിച്ച് മോളെ ഇവളെയും കിടത്തിയിട്ട് ഞാൻ ഈ സാറിനെ കണ്ടിട്ട്, അത് വയറും ഉണ്ട്, എനിക്ക് നല്ല വയറല്ലേ. അപ്പോൾ ഈ സാർ എന്നെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന്. സാറ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു, സാറേ ഇങ്ങനെ തൊഴുതു. അപ്പോൾ സാറിങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്നും വേണ്ട അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. ആ സാറ് തന്നെ തിരിച്ച് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് സ്റ്റേഷനിൽ പരാതിക്ക് ചെന്നപ്പം എനിക്കെല്ലാ സഹായവും ആ മനുഷ്യൻ ചെയ്തു. എത്ര കഷ്ടപ്പെട്ടൊരു അമ്മയല്ലേ, ഒരു മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതും ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടീനെ ചേർത്ത് പിടിച്ച് തെരുവിൽ ജീവിക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം അവർ ഇൻസെക്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം വെച്ചിട്ട് അവർ ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടി, അതും ഭിക്ഷ യാചിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് അങ്ങനെ ജീവിച്ചിട്ട്, അവർക്ക് അങ്ങനെ ജീവിച്ചതുകൊണ്ടായിരിക്കും, അവർ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ടായിരിക്കും ഇന്ന് അവർ ജീവിക്കുന്നത് നല്ല രീതിയിലാണ്, അവർക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായത്. ഇതാണ് എൻ്റെ അമ്മൂമ്മ പലപ്പോഴും പറയാറുണ്ട്.
നീ എത്ര കഷ്ടപ്പെട്ടാലും, നീ ആരെ ദ്രോഹിക്കാതിരുന്നാൽ, നീ നല്ലത് മാത്രം ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. കഷ്ടപ്പാട് ഇഷ്ടംപോലെ ഉണ്ടാവും, കഷ്ടപ്പാടുകളില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നിന്റെ നേരെ വരും, ആ കയ്യിൽ നീ കയറി പിടിക്കുക, നിന്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഇതെന്റെ അമ്മ പറഞ്ഞ മക്കളാണ്. ഇവരുടെ ലൈഫാണ് എനിക്ക് അത് ഓർമ്മ വരുന്നത്. ഇവരുടെ നേരെ നീട്ടി ആ കൈ എന്ന് പറയുന്നത് ഇവരുടെ അച്ഛനാണ്. അച്ഛൻ എപ്പോഴാണ് അമ്മയെ ഫസ്റ്റ് ടൈം കാണുന്നേ? എനിക്ക് വർഷാപ്പ് ഉണ്ടായിരുന്നു. ആ വർഷാപ്പിന്റെ പറച്ചിലിടന്ന് പുള്ളിയുടെ സ്വന്തമാണ്. ചുമ്മാ ഇരി. എന്റെ വർഷാപ്പല്ല, ഞാനവിടെ ജോലി ചെയ്യാ. ഇന്റർവ്യൂലാണ്ട് ഇവർ ഇത്ര മാനായിട്ട് പറയുന്നത്, ഇവർ അടി കൂടുമ്പോ പറഞ്ഞു കേൾക്കണം. അന്ന് ഓട്ടോയിൽ അപ്പൊ തിരിച്ചു അന്ന് ചാക്കളൊക്കെ നിക്കണം. ഇപ്പൊ മാനായിട്ട് അന്ന് അടി കൂടെ വന്നിരിക്കണം. അച്ഛൻ ഇങ്ങനെയൊക്കെ അച്ഛൻ പറ. ആ ഒരു വർഷാപ്പിലെ കുറച്ച് താമസിച്ചിരുന്നു. അങ്ങനെ ഒരു കുറെ അങ്ങ് അടുത്ത് പെട്ടെന്ന് ഇഷ്ടായി അമ്മ. പിള്ളേരെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടതാ. ഇവളെ കണ്ടാണ് ഇഷ്ടപ്പെട്ട ആദ്യം. കൊച്ചുങ്ങളോട് ഇതായി കാരണം നോക്കാൻ ആരും ഇല്ല, പിന്നെ വീട്ടിലെ ദാരിദ്ര്യം. അവിടെ തന്നെ 10-14 വർഷം താമസിച്ചില്ലേ? വർഷം ഒരു വീടായിരുന്നു മൊലാഴിയുടെ. അപ്പൊ അവിടെ 500 രൂപയായിരുന്നു വാടക. 10-14 വർഷം താമസിച്ചില്ലേ? 4 വർഷം താമസിച്ചു. അങ്ങനെ അടുത്തടുത്ത് അങ്ങ് ആയി. എന്നെ അവിടുന്ന് മാറി പിന്നെ എന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് കണ്ട് പുള്ളി എടുത്തെടുത്ത് എല്ലാവരും അച്ഛനങ്ങ് എടുത്തു. എന്ത് രസമല്ലേ അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കാനും. ഭയങ്കര ക്യൂട്ടാറുണ്ട്, രസമുണ്ട് അവരെ കണ്ടിരിക്കാൻ. നല്ലത് മാത്രം വരട്ടെ അവർക്ക്. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട്, അതുകൊണ്ട് കണ്ടേക്കാം. ആപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത്. ഇവളുമായിട്ട് കടത്തിണ്ണകളിലൂടെ കടന്നിട്ടുണ്ട് ഞാൻ. ഇവളെ കൊണ്ട് സത്യം ഞാൻ കള്ളം പറയല്ല. എൻ്റെ മോളെ നടുക്കത്തെ മോളെ പ്രഗ്നൻ്റ് ആയി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ച ഒരു പരുവം വരെയും ഞാൻ കടത്തിണ്ണതോറും നടന്നു. ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിനടുത്ത് സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂൾ. അന്ന് ഓല ഷെഡൊക്കെയാണ് സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാന്തയിൽ കയറി കിടന്ന് കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴുകാൻ തോന്നത്തില്ല മോളെ എനിക്ക്. സത്യം ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ. പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരാപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത്. സത്യം പറയാം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ പക്ഷെ അതെല്ലാം ഒരു സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റാ. അതുകൊണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പം രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. എത്ര ചിരിക്കുന്നവരാണെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാവും കരയിപ്പിക്കുന്ന ഒരു കഥ. ഈ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളായിരിക്കും കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഒറ്റ കേൾവിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരുമായിരിക്കും. അത് അവർ ഫേസ് ചെയ്തൊരു സമയമുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം നാളെ നമ്മളൊരു നല്ല നിലയ്ക്ക് എത്തുമ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ചിരിയെങ്കിലും നമ്മുടെ മനസ്സിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വരും. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തിയല്ലോ എന്ന് ഉള്ളൊരു എന്താ പറയുക, പ്രൗഡാണ്. ഈ പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. 3 കുട്ടികൾ, ആ കുട്ടികളെ വെച്ചിട്ട് തെരുവിൽ ഭിക്ഷ യാചിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അവിടെ നിന്ന് അവർ ഇവിടെ എത്തിയെങ്കിൽ അത് അവരുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. അടുത്ത വീഡിയോ കാണാം. അമ്മ രാജലക്ഷ്മി, അച്ഛൻ മനോജ് കുമാർ. ഞങ്ങൾ ഷോർട്ട് ഫോം മഞ്ജു എന്ന് വിളിക്കും. മഞ്ജു മഞ്ജു നോക്കുമ്പോ ഒരു കുട്ടിത്തൊക്കെ തോന്നാറില്ലേ? ആരാ അച്ഛൻ മഞ്ജു എന്ന് പേരിട്ടെ? മനോജ് കുമാർ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര വലിയ ആളെ പോലെ തോന്നും. ഇപ്പോഴും തോർത്ത് കൊടുത്താലും പോപ്പിക്കൂടെ കൊച്ചിനെ തോന്നുന്നുണ്ട് ഞങ്ങൾ മഞ്ജു എന്ന് പേരിട്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചില്ല എന്തിനീ പെണ്ണുങ്ങളുടെ പേര് എനിക്കിട്ടേന്ന്? ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ എളുപ്പം വിളിക്കാവുന്ന ഒരു പേരാന്ന് പറഞ്ഞാൽ ഇട്ടത്. അച്ഛൻ ഹാപ്പി. ഇപ്പൊ കൊച്ചു പോലും വിളിക്കുന്നത് മഞ്ജു. അപ്പൊ നമുക്കും ഇനി മഞ്ജു. കണ്ടില്ലേ, ഇവിടെ ഇന്റർവ്യൂ എല്ലാവരും കാണുക. ഫസ്റ്റ് പാർട്ട് വന്നു, സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. സോ എനിക്കിനി സെക്കൻഡ് പാർട്ട് കാണണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് ഇതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഫാമിലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫാമിലി ഇഷ്ടപ്പെട്ടോ എന്ന കാര്യം കൂടി പറയുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.